യെസ്, അപ്പം നമുക്ക് നമ്മുടെ ഫ്ലാറ്റ് എല്ലാരും കാണിച്ചു കൊടുക്കാം അല്ലേ? നമ്മുടെ യെസ്, അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. നമുക്ക് നമ്മുടെ ഡോർ ഓപ്പൺ ചെയ്തോ പൊന്നൂസേ? പൊന്നൂസിനെ കൊണ്ട് പറ്റില്ല. ഓക്കെ, ഡോർ തുറന്ന് നമ്മൾ നേരെ വരുമ്പോഴേ ലെഫ്റ്റ് സൈഡിൽ നമ്മുടെ ഡോർ തുറന്ന് ഇങ്ങോട്ട് വരുമ്പോൾ റൈറ്റ് സൈഡിലാണ് ഒരു ടോയ്ലറ്റ് ആണുള്ളത്. ഇവിടെ നമ്മൾ ഈ ടോയ്ലറ്റ് നമ്മൾ യൂസ് ചെയ്യാറില്ല. ഞാൻ തുടയ്ക്കുന്ന സംഭവങ്ങളും ഇവിടെയാണ് പൊന്നൂസ് ബ്രഷ് ചെയ്യുന്നത്. അങ്ങനെ മാത്രമാണ് ഇവിടെ ആകെ യൂസ് ചെയ്യുന്നത്. ടോയ്ലറ്റിന്റെ അവിടെ നിന്ന് വന്ന് നേരെ ഒരു വാൾപേപ്പറാണ് ഇവിടെ. അതെ, അത് പൊന്നൂസിന്റെ TV ആണ്. ഇവിടെ നമ്മുടെ ഒരു കുട്ടി പൂജ സെറ്റപ്പാണ്. ഇത് നമ്മുടെ ലക്കി ബാമ്പു ആണ്. ഇതിന്റെ റൂട്ടൊക്കെ ഇറങ്ങിയിട്ടുണ്ട്. അത് കുട്ടി വിളക്ക്. ഇതൊരു പ്ലാന്റ് ആണ്. ഈ പ്ലാന്റിന്റെ പേര് എനിക്കറിയത്തില്ല. പിന്നെ ഇതെന്റെ ശ്രുതി ബോക്സും എന്റെ അത് പൊന്നൂസിന്റെ സ്കൂളിലുള്ള ബുക്സ് ഒക്കെയാണ്. പിന്നെ നമ്മളെ മാറ്റി അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഇവിടെ ഉള്ളത്. ഓക്കെ, അപ്പൊ ഇതൊക്കെയാണ് ഇവിടെ ഉള്ളത്. ഓക്കെ, പൊന്നൂസ് ന്യൂട്രലാണ് കാണിക്കുന്നത്. പിന്നെ ഇതാണ് വെള്ളം. ഇതാണ് നമ്മൾ യൂസ് ചെയ്യുന്ന വെള്ളം. ഇത് എല്ലാ സാറ്റർഡേയ്സും വെള്ളം വരും. ഇതാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇതിപ്പോ ഈ ഒരു വീക്കിലേക്കുള്ളത് നമ്മൾ സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുള്ളതാണ്. ഇതൊരു ഫോൺ, എമർജൻസിക്ക് യൂസ് ചെയ്യാനുള്ള ഒരു ഫോണാണ്. ഓക്കെ, അതൊക്കെയാണ് ഉള്ളത്. ഇവിടെ അത്യാവശ്യം പെട്ടെന്ന് എടുക്കാനുള്ള മാസ്കും കാര്യങ്ങളൊക്കെയാണ് ഇവിടെ വെച്ചിരിക്കുന്നത്. സാനിറ്റൈസേഴ്സും ഒക്കെ. പിന്നെ പൊന്നൂസിന്റെ ടോയ്. അപ്പം ഇതാണ് ഹോളിൽ നിന്നുള്ള കാഴ്ചകൾ. യെസ്, ഇതാണുള്ളത്. പിന്നെ ഇനി നമുക്ക് നമ്മുടെ കിച്ചണിലേക്ക് പോവാം. യെസ്, ഇതാണ് കിച്ചൺ. ഓക്കെ, ഞാൻ പറഞ്ഞില്ലേ അതാണ് നമ്മുടെ വാട്ടർ കുടിക്കുന്ന വെള്ളം എന്നുള്ളത്. അതിങ്ങനെ സംഭവം നമ്മൾ എടുക്കുകയാണ് ചെയ്യാറ്. ഇതാണ് കബോർഡ്സ്. കിച്ചണിലും ഉണ്ട് കേട്ടോ 2 ചെടികള്. അത് മണി പ്ലാന്റ് ആണ്. അപ്പം നമ്മുടെ കിച്ചണിൽ കബോർഡ്സ്, ഫുഡ് കിച്ചൺ എല്ലാം. ഹോം ടൂർ എന്നൊക്കെ പറയുന്നത് ശരിക്കും പറഞ്ഞാൽ വലിയൊരു ടാസ്ക് ആണ്. ക്ലീനിങ് ആണ് മെയിൻ. കാര്യം കുഞ്ഞു കുട്ടികളൊക്കെ ഉള്ളപ്പോൾ നമുക്ക് ക്ലീൻ ചെയ്യാന്ന് പറയുന്നത് ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അത് കാര്യം ക്ലീൻ ആയിട്ട് ഇരിക്കില്ല. പക്ഷെ ഞാൻ കുറച്ച് പാട് കേട്ടോ. ഈ ടവല് ഞാൻ പ്ലേറ്റ്സ് ഒക്കെ തുടയ്ക്കാനായിട്ട് എനിക്ക് എളുപ്പത്തിന് ഇതിന്റെ മുകളിൽ ഞാൻ എപ്പോഴും വെച്ചിരിക്കും. പിന്നെ നമ്മുടെ കബോർഡ്സ് നോക്കുകയാണെങ്കിൽ നമ്മളിപ്പം നമുക്ക് സ്റ്റോർ ചെയ്ത് വെക്കുന്ന സ്റ്റോറേജ് ആയിട്ടുള്ള പ്ലേസ് ആണിത്. അപ്പം അത് കഴിഞ്ഞു. പിന്നെ ഇവിടെയൊക്കെ നമ്മുടെ യൂസ് ചെയ്യുന്ന പൊടി ഐറ്റംസ് ആണ്. പൊടി ഐറ്റംസ് ഒക്കെയാണ് മൊത്തം. പിന്നെ ഇവിടെ ഒരു കബോർഡ് ഉള്ളത്. അവിടെയും ഓരോ സാധനങ്ങൾ ഇങ്ങനെയൊക്കെ വെക്കുന്നതാണ്. എല്ലാം അങ്ങനെയാണ് ഉള്ളത്. പിന്നെ കിച്ചണിൽ നിന്ന് പുറത്തേക്കുള്ള കാഴ്ചയാട്ടോ അത്. നമ്മുടെ കിച്ചണിൽ നിന്നുള്ള കാഴ്ച. ഇനി നമുക്ക് നമ്മുടെ റൂമിലേക്ക് പോവാം. റൂമിൽ നേരെ ഇതാണ് റൂമിലേക്കുള്ള ഡോറ്. ഇത് നമ്മുടെ ടോയ്ലറ്റ് ആണ്. അറ്റാച്ച്ഡ് ടോയ്ലറ്റ് ആണ്. ഓക്കെ, ഏതാണ് ഈ ബെഡ് ഈ ഒരു രൂപത്തിലാക്കാൻ ഞാൻ കുറച്ച് പാടുപെട്ടു. കാര്യം ഇത് ഈ രൂപത്തിൽ കിടക്കാറില്ല. പൊന്നൂസ് എപ്പോഴും വൃത്തികേടാക്കി ഇടാറാണ് പതിവ്.
അത് നമ്മൾ ടിഷ്യൂ സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്നതാണ് അവിടെ. പിന്നെ ഇപ്പം പിന്നെ എന്താ പറയാ, നമ്മുടെ അലമാരി, ഒരു കുട്ടി അലമാരി, പിന്നെ നമ്മുടെ ലഗേജ് ഒക്കെ വെച്ചിരിക്കുന്ന അവിടെയാണ്. അപ്പം ഇതൊക്കെയാണ്. ഓക്കെ, ഇവിടെ നിന്നുള്ള പുറത്തുനിന്നുള്ള കാഴ്ചകളൂടെ കാണിച്ചു തരാം. സെയിം തന്നെയാണ് ഇവിടെയും, സെയിം കാഴ്ചകളൊക്കെ തന്നെ കേട്ടോ. നമുക്ക് ഇനി സൈഡിൽ നിന്നും കൂടി നോക്കാം. അങ്ങോട്ട് ഫുൾ ഡെസേർട്ടാണ്. പിന്നെ അങ്ങേയറ്റത്ത് കഴിഞ്ഞ വീഡിയോയിൽ ഇനി ഇവിടെ നമുക്ക് രണ്ട് ടോയ്ലറ്റ്, ഒരു കിച്ചൺ, പിന്നെ ഒരു ബെഡ്റൂം ആൻഡ് ഹാളാണ് ഉള്ളത്. പിന്നെ ഇത് അറ്റാച്ച്ഡ് ടോയ്ലറ്റ് ആണിത്. പൊന്നൂസിന് ബാത്ത് ടബിൽ കുളിക്കാനാണ് ഇഷ്ടം. ടോയ്ലറ്റിൽ നമുക്കുണ്ട് കേട്ടോ 2 ചെടികൾ. ആ ചെടിയുടെ പേര് എനിക്കറിയില്ല. ഓക്കെ, ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. നമ്മുടെ വീഡിയോ എല്ലാവരും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, നമ്മളെല്ലാവരും സപ്പോർട്ട് ചെയ്യണം. അപ്പൊ നെക്സ്റ്റ് ടൈം കാണുന്നവരേക്കും എല്ലാവർക്കും ബൈ.